ഉദ്ഘോഷിച്ചുകൊണ്ട് ബഹ്റൈൻ KMCC കാര്യദർശി ശംസുദ്ദീൻ വെള്ളകുളങ്ങര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനാധിപത്യ വിശ്വാസികൾക്ക് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഹരിതാഭിവാദ്യങ്ങൾ. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വനിതാ ലീഗിൻ്റെ നേതാക്കന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ സാഹിബ്, ദുബൈ KMCCയുടെ ഇബ്രാഹിം മുറിച്ചാണ്ടി, മണ്ഡലം ജനറൽ സെക്രട്ടറി നച്ചാട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, മണിയൂരിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ആസ്ഥാനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മവും മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന ജീവകാരുണ്യ രാഷ്ട്രീയത്തെ മലയാളക്കരയിൽ അങ്ങോളം ഇങ്ങോളം അടയാളപ്പെടുത്തിയ ബൈത്തുറഹ്മ സംരംഭങ്ങളിൽ ഒന്നിൻ്റെ താക്കോൽദാനവും നിർവഹിക്കപ്പെടുന്ന വളരെ മനോഹരമായ ഒരു സദസ്സാണിത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് കേവല അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ നിന്ന് മറ്റു കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് ബൈത്തുറഹ്മകളെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ലീഗിനപ്പുറമുള്ള രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുകയും ചെയ്ത ഒരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മനുഷ്യരുടെ നന്മയെ ലക്ഷ്യം വെക്കലാണ്, മനുഷ്യന്റെ സങ്കടങ്ങളെ ചേർത്ത് പിടിക്കലാണ്, വേദനിക്കുന്നവന്റെ തോളത്ത് കയ്യമർത്തി നിന്റെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറയാനുള്ള ആർജവത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് മലയാളക്കരതിയെ നിരന്തരം ബോധ്യപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ, മണിയൂർ പഞ്ചായത്തിൽ തന്നെ 14ഓളം ബൈത്തുറഹ്മകൾ നിർമ്മിച്ചുകൊണ്ട് വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ മാത്രം ഈ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയും മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനും അവരോടൊപ്പം KMCCയും വനിതാ ലീഗുമൊക്കെ വളർന്ന് വലുതായി എന്നതിന്റെ വലിയ ബോധ്യപ്പെടുത്തലാണ് 14 ബൈത്തുറഹ്മകൾ. ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്തല്ല, മുസ്ലിം ലീഗ് നിരന്തരമായി ഭരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പഞ്ചായത്തുമല്ല. ആ പഞ്ചായത്തിൽ പോലും മുസ്ലിം ലീഗ് തങ്ങൾക്ക് വോട്ട് കിട്ടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, തങ്ങളെ സഹായിക്കുന്ന ആളുകളെ സഹായിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തില്ല, മറിച്ച് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും നമ്മുടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ച ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ നമുക്ക് എതിരാളികൾ ഉണ്ടാകാം, പക്ഷേ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിങ്ങൾ ഒരു തരത്തിലുമുള്ള വിവേചനം കാണിക്കരുതേ. അവിടെ മതപരമായ വിവേചനമില്ല, അവിടെ രാഷ്ട്രീയപരമായ വിവേചനമില്ല എന്ന നിരന്തരമായ ബോധ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ കടന്നു വന്നതും അതിലൂടെയാണ് ലീഗ് അതിന്റെ പാന്താവിനെ വെട്ടി തുറന്നുകൊണ്ടിരിക്കുന്നതും. എനിക്ക് ഓർമ്മയുണ്ട്, പ്രവാസി ബൈത്തുറഹ്മയുടെ ഭാഗമായി ബഹ്റൈൻ KMCC ഏതാണ്ട് 40ഓളം ബഹ്റൈനിൽ ജോലി ചെയ്യുകയും പ്രത്യേകമായ സാഹചര്യത്തിൽ സ്വന്തമായ വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുകയും ചെയ്യാത്ത 40ഓളം ആളുകൾക്ക് പ്രവാസി ബൈത്തുറഹ്മ എന്ന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഈ മണിയൂർ പഞ്ചായത്തിലും ബഹ്റൈൻ KMCCയുടെ ഒരു ബൈത്തുറഹ്മ സമർപ്പിച്ചത് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. അത് മാത്രമല്ല, അവിടെയും KMCC പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം ലീഗുകാരനല്ലാത്ത, ഒരു മുസ്ലിം അല്ലാത്ത ഒരു സഹോദരന് കൂടി 40 ബൈത്തുറഹ്മകളിൽ ഒന്ന് നൽകിക്കൊണ്ട് മാതൃകാപരമായി ലീഗ് പാർട്ടിയുടെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ബോധ്യപ്പെടുത്തിയത് എന്നുകൂടി സന്ദർഭവശാൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, വനിതകൾ ലീഗ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും മുസ്ലിം ലീഗിന്റെ വഴിയടയാളങ്ങളിൽ ശക്തമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, തട്ടമിട്ട താത്തമാരുടെ കാലം കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിൽ
സ്വാധീനമുണ്ടാകില്ല എന്ന് പരിഹസിച്ച ഒരു കാലമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. അധികാരമുണ്ടെങ്കിൽ മാത്രമേ ലീഗിന് പിന്നാലെ ആളുകൾ ഉണ്ടാകൂ എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് 2 തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടി മെമ്പർഷിപ്പ് കാലയളവിൽ 25 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷത്തോളം മെമ്പർഷിപ്പുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയെ മലയാളക്കര സ്വീകരിച്ചത് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ലീഗ് പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിച്ചത് നമുക്ക് ബോധ്യപ്പെടുന്നത്. മാത്രമല്ല 51% സ്ത്രീകളാണ് ഈ പാർട്ടിയെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് മുസ്ലിം ലീഗ് മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി തോന്നുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യത്തിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. വളരെ വ്യക്തമാണത്. നമ്മൾ മനസ്സിലാക്കിയ ദർശനത്തിന്റെയും നമ്മൾ വിശ്വസിക്കുന്ന മതത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു വചനമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഒരു സഹോദരന്റെ, അവിടെ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ മുഅ്മിൻ എന്ന് പറഞ്ഞിട്ടില്ല, വിശ്വാസി എന്ന് പറഞ്ഞിട്ടില്ല. यार सेंसे मैं इतने लोगों का फॉलो कर നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ മദീനയിലെ പള്ളിയിൽ നമ്മൾ വിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന, ഏറ്റവും പുണ്യകർമ്മം ലഭിക്കുന്ന, ഏറ്റവും പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന മദീനയിലെ മസ്ജിദിൽ ഭജനമിരിക്കുന്നതിനേക്കാൾ 30 ദിവസം ഭജനമിരിക്കുന്നതിനേക്കാൾ പുണ്യം ലഭിക്കുമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ ദർശനത്തെ കൂടിയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായി അടയാളപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുക എന്നത് തന്നെയാണ് അടിസ്ഥാനപരമായ രാഷ്ട്രീയം. എന്നാൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാനും മുസ്ലിം ലീഗ് കാലാകാലങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം പുതിയ ഇന്ത്യയിലെ സംഭവ വികാസങ്ങൾ. നമ്മുടെ ആദരണീയരായ നേതാക്കന്മാരോട് വരാനിരിക്കുന്നുണ്ട് KM ഷാജി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. നമ്മുടെ പുതിയ കാലത്ത് നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ ഇന്നലകളെ, നമ്മുടെ ചരിത്രത്തെ തേച്ചുമായിച്ച് കളഞ്ഞുകൊണ്ട് പുതിയ ഒരു ഇന്ത്യയെ, പുതിയ ഒരു രാജ്യത്തെ സൃഷ്ടിക്കാനുള്ള ഫാഷിസ്റ്റ് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്ന് തേച്ചുമാച്ച് കളയുകയാണ്. ആരായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു? ഇന്ത്യ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിച്ച സ്പിരിച്വൽ ലീഡറായിരുന്നു മഹാത്മാഗാന്ധിജി എങ്കിൽ അതിന്റെ സർവ്വ സൈനാധിപനായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് വ്യത്യസ്ത കാലയളവുകളിൽ 10 വർഷത്തോളം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ബ്രിട്ടീഷുകാർ ജയിലറക്കുള്ളിലൊട്ടിയത്. വേണമെങ്കിൽ ജോർജ് അഞ്ചാമനുമായി ഒന്ന് സന്ധി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യയെ വിലക്ക് വാങ്ങാൻ കരുത്തനായ മോട്ടിലാൽ നെഹ്റുവിന്റെ മകൻ ജവഹർലാൽ നെഹ്റുവിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ലഭിക്കുമായിരുന്നു. പക്ഷേ തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തന്റെ താല്പര്യങ്ങളെക്കാൾ വലുത് തന്റെ രാജ്യവും ജനങ്ങളുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിൽ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹം 10 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെയുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറ്റൊരു ലോകത്തിനും മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത വ്യത്യസ്തമായ സംസ്കാരങ്ങളും ആചാരങ്ങളും ഭാഷകളും ഒന്നിച്ചിരിക്കുന്ന ഇന്ത്യയാണ്. 2 ലോക മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച ഇന്ത്യയാണ് നമ്മുടേത്. ഇസ്ലാം മതം വേദങ്ങളുടെ കാലത്ത് തന്നെ, വേദോപദേശങ്ങളുടെയും കാരുണ്യത്തിന്റെ കാലത്ത് തന്നെയാണ് ഇസ്ലാം മധ്യകാലത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അതേപോലെ ക്രിസ്തുമതം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. ഇതിനെയൊക്കെ സ്വീകരിക്കുകയും പരസ്പരമുള്ള സംസ്കാരങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകളിലൂടെ സമ്പുഷ്ടമാക്കിയ നമ്മുടെ സംസ്കാരത്തെയാണ് ഏക സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഫാസിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും തകർക്കാൻ ശ്രമം നടത്തുമ്പോൾ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന കക്ഷികളൊക്കെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്കുള്ള പങ്കും നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ്, വനിതാ ലീഗിന്റെ ഇതുപോലെയുള്ള പരിപാടികൾ എല്ലായിടത്തും. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കൊപ്പം വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ, ഹരിതയുടെ പ്രവർത്തകന്മാരൊക്കെ രാഷ്ട്രീയ പ്രബുദ്ധത തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടതാണ്. മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. KMCC സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ജീവകാരുണ്യ
സംരംഭങ്ങൾക്ക് പിന്നിൽ എന്നും ഒറ്റക്കെട്ടായി നിന്ന പാരമ്പര്യമാണ് KMCCക്കുള്ളത്. നമുക്കറിയാം, ഈ കാലത്ത് തൊട്ടു മുമ്പ് നടന്ന വയനാട് ദുരന്ത കാലത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ വയനാടിനെ ചേർത്തു പിടിക്കാമെന്ന ക്യാമ്പയിനിലേക്ക് ജനങ്ങൾ അർപ്പിച്ച ഒരു വിശ്വാസമുണ്ട്. അത് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ലഭിച്ച ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തപ്പോൾ ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയന്റെ ആഹ്വാനത്തെക്കാൾ ജനങ്ങൾ അതിനെ വിശ്വസിച്ചതും മുഖവിലക്കെടുത്തതും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആഹ്വാനത്തെയാണ് എന്നത് തന്നെയാണ് നമ്മൾ അണിചേർന്നിരിക്കുന്ന പാർട്ടിയുടെ അഭിമാനവും അന്തസ്സും എന്തുമാത്രം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് വയനാടുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അനുഭവിച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രദേശത്തെ ബൈത്തുർ റഹ്മത്ത് നിർവഹിച്ചു നൽകുകയും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രത്തിന്, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കേന്ദ്രത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്ന രണ്ട് പരിപാടിയും നടക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു ഓഫീസ് വരിക എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും പാർട്ടികളെ പോലെ അവിടെ ബോംബ് സൂക്ഷിക്കാനോ മാരകായുധങ്ങൾ സൂക്ഷിക്കാനോ ഉള്ള ഒരിടമല്ല. മറിച്ച് മനുഷ്യരെ സഹായിക്കാൻ, ആരെങ്കിലും ഒന്ന് പ്രയാസം എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്തെ പോലെ, വയനാട് ദുരന്ത കാലത്തെ പോലെ, നമ്മുടെ വൈറ്റുകാട് പ്രവർത്തകന്മാരൊക്കെ സന്നദ്ധരായ പോലെ ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും പാർട്ടിയുടെ ഓഫീസിലേക്ക് ഒന്ന് കയറി വന്നാൽ അത് തള്ളിക്കളയില്ല എന്ന് ബോധ്യമുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ഈ പാർട്ടിയെ ദൂരെ നിന്ന് നോക്കിക്കാണുകയും ഈ പാർട്ടിയുടെ ജനാധിപത്യ മതേതരത്വ നിലപാടുകളെ അംഗീകരിക്കുകയും ചെയ്യുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്യാനും കൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വാക്കുകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. നമ്മുടെ ശിലാസ്ഥാപന